ഭൂകമ്പ സുനാമി ഭീഷണികൾ ജപ്പാനെ പിടിച്ചുകുലുക്കിയത് ചെറിയ രീതിയിലല്ല. $4 ബില്യൺ നഷ്ടമാണ് രാജ്യത്തിന് ഒരു സുനാമി പ്രവചനം കാരണം വരുത്തിവെച്ചത്. ഇപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള ഭൂകമ്പ ഭീഷണികൾ മറികടക്കുന്നതിനായി പുതിയ ഒരു നെർവ്സ് എന്ന സിസ്റ്റം രൂപീകരിച്ചിരിക്കുകയാണ് ജപ്പാൻ. ഇതോടെ ഭൂകമ്പത്തിന് കാരണമാകുന്ന ഫോൾട്ട് ലൈനുകളുടെ ഓരോ ഇഞ്ചും സെൻസറുകളും കേബിളുകളും ഉപയോഗിച്ച് ആദ്യത്തെ ഭൂകമ്പം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ അലാം മുഴക്കുന്ന നൂറുകണക്കിന് നിരീക്ഷണ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ജപ്പാൻ. സമുദ്രനിരപ്പിലെ ഈ നെർവ്സ് വാർണിംഗ് സിസ്റ്റം ഒരു ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും ഏറ്റവും ചെറിയ ലക്ഷണങ്ങൾ പോലും കണ്ടെത്തും. ഒരു ഭൂകമ്പം സംഭവിക്കുന്നതിന് 20 സെക്കൻഡ് മുമ്പും സുനാമിക്ക് 20 മിനിറ്റ് മുമ്പും ഈ നെർവ്സ് സിസ്റ്റത്തിലൂടെ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് അലർട്ടുകൾ നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും ഈ മുന്നറിയിപ്പ് സംവിധാനം അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് കൂടുതൽ സമയം നൽകാനും സഹായിക്കുന്നുണ്ട്. മുഴുവൻ സബ്ഡക്ഷൻ സോണുകളും തത്സമയം നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ. പസഫിക് നോർത്ത് വെസ്റ്റ് സീസ്മിക് നെറ്റ്വർക്കിന്റെ ഡയറക്ടർ സീസ്മോളജിസ്റ്റ് ഹരോൾഡ് ടോബിൻ പറയുന്നതനുസരിച്ച് ഈ നെറ്റ്വർക്ക് ഒരു നൂതന മുന്നറിയിപ്പ് സംവിധാനത്തെക്കാൾ കൂടുതലാണെന്ന് സയന്റിഫിക് അമേരിക്കൻ റിപ്പോർട്ട് ചെയ്യുന്നു. 2011 20,000-ഓളം ആളുകളുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പത്തിന് ശേഷം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഭൂകമ്പ തരംഗങ്ങളെ കണ്ടെത്താൻ സംവിധാനം വികസിപ്പിക്കാൻ ജപ്പാൻ ആരംഭിക്കുകയായിരുന്നു. 9.0 തീവ്രത രേഖപ്പെടുത്തിയ മെഗാത്രസ്റ്റ് ഭൂകമ്പം ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഭൂകമ്പമായിരുന്നു. ഇത് 6 മിനിറ്റ് പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിക്കുകയും മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗതയിൽ 130 അടി ഉയരമുള്ള സുനാമിക്ക് കാരണമാവുകയും ചെയ്തു. മുന്നറിയിപ്പുകൾ വൈകി സുനാമി മുന്നറിയിപ്പ് അത് ഉണ്ടാക്കിയേക്കാവുന്ന യഥാർത്ഥ നാശം അളക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ആളുകൾക്ക് ഒഴിഞ്ഞുമാറാൻ 10 മിനിറ്റ് മാത്രമേ സമയം കിട്ടിയിരുന്നുള്ളൂ. തീരത്ത് നിന്ന് 72 കിലോമീറ്റർ അകലെ സമുദ്രത്തിലാണ് ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പം ആരംഭിച്ചത്. ലാൻഡ് സെൻസറുകൾ ഭൂകമ്പ തരംഗങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ അത് എത്ര വലുതാണെന്നും സുനാമി തിരമാലകൾ എത്രത്തോളം വലുതാണെന്നും അവർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല.